തിരുവനന്തപുരം വിഴിഞ്ഞത്ത് പൊട്ടിവീണ കേബിളിൽ കുടുങ്ങി യാത്രക്കാരന് ഗുരുതര പരിക്ക്. വെണ്ണിക്കുളം സ്വദേശി അശോകനാണ് പരിക്കേറ്റത്. കേബിൾ കഴുത്തിൽ കുരുങ്ങി വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ആദ്യമൊരു പ്രതികരണത്തിലേക്ക്. വീട്ടിലോട്ട് വന്നപ്പോൾ ഈ വയർ പൊട്ടി ദേഹത്ത് എൻ്റെ വണ്ടിയിലുമായിട്ട് അങ്ങ് ഉടക്കി വന്ന് പൊട്ടി ഒന്ന് വീണത്. അങ്ങനെയാണ് ഈ വയർ ചിറ്റിയാണ് എന്നെ അങ്ങോട്ട് വലിച്ച് ദൂരെ എടുത്തെറിഞ്ഞത്. അങ്ങനെയാണ് ചെന്ന് വീണത്. വിവരങ്ങൾ രാഹുൽ ജിനാഥ് നൽകും. രാഹുൽ, എപ്പോഴായിരുന്നു ഈ അപകടം? കേബിൾ ഇങ്ങനെ പൊട്ടി വീണ് കിടക്കുന്ന ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ? എന്തായാലും ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. പൊട്ടി വീണത് ആളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം തൊട്ടു മുൻപേ, അതായത് അല്പസമയം മുൻപ് പോയ ആ ലോറി തട്ടിയാണ് കേബിൾ പൊട്ടി വീണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാനുള്ള സമയം ലഭിച്ചിരുന്നില്ല. ആ ഘട്ടത്തിലാണ് സ്കൂട്ടറിൽ ജോലിക്ക് ശേഷം വെണ്ണൂർ സ്വദേശി അശോകൻ അങ്ങോട്ടേക്ക് പോകുന്നത്. വെങ്ങാനൂരിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് അത്രമാത്രം താഴേക്കുണ്ടായിരുന്നത്. കാരണം കാലിൽ കുരുങ്ങുന്നു, കാലിലും കഴുത്തിലും കേബിൾ കുരുങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ കേബിൾ കുരുങ്ങി വാഹനം റോഡിൽ വീഴുന്നു. ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം തലയ്ക്ക് പരിക്കേറ്റില്ല. എന്നാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കാലിനൊക്കെ ഗുരുതരമായ പരിക്കുണ്ട്. ഭാര്യ അവശ നിലയിൽ കിടപ്പിലാണ്, ചികിത്സയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ മുന്നോട്ട് പോക്കും വലിയ പ്രതിസന്ധിയാകുകയാണ്. എന്തായാലും ഏറെ നാളുകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കേബിളിൽ കുടുങ്ങി വാഹനാപകടം ഉണ്ടാകുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഹിമ. ശരി, പൊട്ടിവീണ കേബിളിൽ കുടുങ്ങിയാണ് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റത്. രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്.